ഒരു പ്രവാചകന്റെ പേരിൽ പച്ചയായ കളവ് പറയണമെങ്കിൽ ഒന്ന് അത് സത്യസന്ധമാണെങ്കിൽ നമ്മൾ കാണണം, ഖുർആനിൽ എവിടെങ്കിലും കാണണം, അല്ലെങ്കിൽ ഹദീസിൽ ആയിരക്കണക്കിന് ഹദീസിൻ്റെ ഇടയിൽ എവിടെങ്കിലും ഈ ഒരു പരാമർശം കാണണം. ആരെങ്കിലും എൻ്റെ പേരിൽ മനഃപൂർവ്വം കളവുണ്ടാക്കി പറഞ്ഞാൽ അവൻ നരകത്തിൽ ഒരു സീറ്റ് ഉറപ്പിക്കട്ടെ. നബിന്റെ പേരും പറഞ്ഞിട്ടാണ് നടക്കുന്നത്. നമ്മൾ ആരും ഔലിയാക്കന്മാരില്ലെന്നോ കറാമത്തില്ലെന്നൊന്നുമല്ല, അതൊക്കെ അതിൻ്റെ വഴിക്കുണ്ട്. ആ കറാമത്ത് കിട്ടിയാൽ യഥാർത്ഥ മനുഷ്യന്മാരൊക്കെ മിണ്ടാതെ നടക്കലാണ്. അത് പൈസ ഉണ്ടാക്കി കച്ചവടം ഉണ്ടാക്കി നടത്തുന്ന പരിപാടിയില്ല. യഥാർത്ഥ ഔലിയ എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാത്തവരല്ല, നോമ്പ് എടുക്കാത്തവരും നോമ്പ് എടുക്കുന്ന ആളുകൾ നോമ്പ് മുറിപ്പിക്കുന്നവരുമല്ല. ആരാ ഔലിയ? അലാ ഇന്ന ഔലിയ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. യഥാർത്ഥ ഔലിയാക്കന്മാർക്ക് പേടിക്കാനൊന്നുമില്ല, വിഷമിക്കാനൊന്നുമില്ല. എന്താണ് അവരുടെ ഗുണം? അല്ലദീന ആമനൂ, അവര് സത്യവിശ്വാസികളാണ്. ഞാനാ പടച്ചോനാന്ന് പറയില്ല, ഞാനാ ലോകം നിയന്ത്രിച്ചു എന്ന് പറയില്ല, ഞാനാണ് രോഗം മാറ്റിത്തരുന്നത് പറയൂല. യഥാർത്ഥ ഔലിയാക്കൾ. ഈ മനുഷ്യനത് പറയാൻ കാരണമുണ്ടായിരുന്നു, അദ്ദേഹം ഒരു മാനസിക രോഗിയായിരുന്നു എന്ന് കൃത്യമായി നാട്ടുകാരെല്ലാം ബോധ്യപ്പെട്ടതും പല രേഖകളും ഉള്ളത് തന്നെയാണ്. അല്ലദീന ആമനൂ, അവർ സത്യവിശ്വാസികളായിരിക്കും. വകാനൂ യത്തഖൂൻ, അവർ തഖ്വയുള്ളവരുമായിരിക്കും. തഖ്വ ഇസ്ലാം പറഞ്ഞ കൽപ്പന പാലിക്കുന്നവരായിരിക്കും. ഇസ്ലാം എതിർത്ത പാടില്ല എന്ന് പറഞ്ഞത് ഒഴിവാക്കുന്നവരായിരിക്കും ഔലിയാക്കന്മാര്. യഥാർത്ഥ ഔലിയാക്കന്മാരെ ചരിത്രം സുഹൃത്ത് അസ്ഹാബുൽ കഹ്ഫ് പറയുന്നുണ്ട്. അവരൊക്കെ ആരോടാ? ആ ഗുഹന്റെ ഉള്ളിൽ കയറിയിട്ട് റബ്ബന ആതിനാ മിൻ ലദുൻക റഹ്മ റബ്ബന വഹയ്യി ലനാ മിൻ അംരിനാ റശദ, പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുക. 309 കൊല്ലക്കാലം കടന്നവരാ ഗുഹന്റെ ഉള്ളിൽ. എന്തൊക്കെ കറാമത്തല്ലേ! ആയിരക്കണക്കിന് മലക്കുകൾ ഇറങ്ങിയിട്ട് ബദർ യുദ്ധത്തിൽ സഹായിച്ചു. സംഭവം ശരിയല്ലേ? കറാമത്തില്ലേ? ആണല്ലോ. അവരാരോടാ പ്രാർത്ഥിച്ചത്? ഇത് തസ്തഗീസൂന റബ്ബക്കും, ബദറിൽ നിങ്ങൾ അള്ളാഹുവിനോട് റബ്ബിനോട് സഹായം ചോദിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ബദരീങ്ങൾ മുഴുവൻ പ്രാർത്ഥിച്ചത് റബ്ബിനോടാണ്. ഫസ്തജാബ ലക്കും, നിങ്ങൾക്ക് അല്ലാഹു തആല ഉത്തരം നൽകി. അന്നീ മുമിദ്ദുക്കും ബി അൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ, ആയിരക്കണക്കിന് മലക്കുകൾ ഇറങ്ങി സഹായിച്ചിട്ടുണ്ട്. ഇതൊക്കെ വലിയ അത്ഭുതമല്ലേ?